ന്യായം കൂടിയേ തീരും. പിന്നെ ചെയ്യേണ്ടത് യഹോവ എങ്ങനെയാണോ ഗസിയെ കാണുന്നത് അതുപോലെ സ്വയം കാണാൻ പഠിക്കുക. ഒരു യഹോവയുടെ സാക്ഷിയാകുന്നതിന് മുമ്പ് മതപരമായി എന്തെല്ലാം സ്ഥാനമാനങ്ങളാണ് ആസ്വദിച്ചിരുന്നത്? ഞാൻ ബൈബിൾ പഠിക്കുന്നതിന് മുമ്പ് CSI പള്ളിയിൽ ഒരു ഡീക്കനായിരുന്നു. അത്യാഗ്രഹവും വേരോർച്ച പോയ ആളുകൾക്ക് പോലും യഹോവയുടെ സഹായത്താൽ മാറ്റം വരുത്താനാകുമെന്ന് പിൻവരുന്ന അവതരണം കാണിക്കും. എനിക്ക് ഈ ദുശീലത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് ഞാൻ അതിന് അടിമപ്പെട്ടു പോയി. അജയ്, ഇത് വിചാരിച്ചതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഇതല്ലേ? മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ദൂഷണം കേട്ടിട്ടുള്ളത് എവിടെയാണ്? നിങ്ങൾക്കറിയാം, ഏതെങ്കിലും തോട്ടത്തിലാണ്. അങ്ങനെ തന്നെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. സത്യം പറയാതെ അന്ന് തൊട്ട് എനിക്ക് ആളെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല. ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? ഇതാണ് ഇപ്പോൾ കണ്ട ചിത്രം. അതെങ്ങനെ ഈ വീഡിയോയുടെ ലിസ്റ്റിൽ വന്നു? ഇങ്ങനെയാണ് ഞാൻ എന്റെ ഉത്സാഹക്കുറവ് പരിഹരിക്കാൻ ശ്രമിച്ചത്. തീർച്ചയായും നല്ലൊരു മാതൃകയാണ്. തീർച്ചയായും യഹോവയോടുള്ള സ്നേഹവും അതുപോലെ ഉള്ളുരുകിയുള്ള പ്രാർത്ഥനയുമാണ് എന്നെ അതിനെ സഹായിച്ചത്. മത്തായി 5:10-12 നോക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞത്, ദൈവരാജ്യം നിമിത്തം നിങ്ങൾ ഉപദ്രവിക്കപ്പെടുമ്പോൾ ഭാഗ്യവാന്മാർ. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, മേലാൽ മരണം ഉണ്ടായിരിക്കുകയില്ല. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഈ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. മുമ്പൊരിക്കലും ഇല്ലാത്തതുപോലെ വിവരങ്ങളുടെ ഒരു പ്രളയമാണ്. പക്ഷേ ചില വലിയ ചോദ്യങ്ങൾ, ജീവിതം, കഷ്ടപ്പാട്, മരണം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ശേഷിക്കുന്നു. അതായത് പുതിയൊരു ഭാഷ പഠിക്കാൻ തുടങ്ങുമ്പോൾ അത് മുഴുവനായിട്ട് പഠിക്കുന്നത് വരെ കാത്തിരിക്കാൻ പാടില്ല. ഓരോ ദിവസം പഠിക്കുന്ന കാര്യങ്ങൾ, അത് ചെറിയൊരു വാക്കാണെങ്കിൽ പോലും അന്ന് തന്നെ ഉപയോഗിച്ച് പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം. കൊച്ചുകുട്ടികൾ നടക്കാൻ ശ്രമിക്കുമ്പോൾ പലവട്ടം വീഴും. അതുപോലെ പുതിയൊരു ഭാഷ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ പല തെറ്റുകൾ സംഭവിക്കാറുണ്ട്. അത് കേട്ട് മറ്റുള്ളവർ ചിരിക്കുമ്പോൾ അവരോടൊത്ത് ചിരിക്കാനുള്ള നർമ്മബോധവും ശ്രമം തുടരാനുള്ള താഴ്മയും. യേശുക്രിസ്തുവിന്റെ ബലിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സ്വന്തം പാപങ്ങൾ സംബന്ധിച്ച് അനുതപിക്കുകയും യഹോവയുടെ ഹിതം ചെയ്യാൻ നിങ്ങളെ തന്നെ അവനെ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവോ? നിങ്ങളുടെ മറുപടി എന്താണ്? യുദ്ധത്തിന് പോകുമ്പോഴാണ് ഈ ചത്ത മൂങ്ങിയ ഒന്നുമായിട്ട് ക്യാപ്റ്റൻ മുമ്പേ പോകും. തങ്ങൾക്ക് പോകേണ്ടുന്ന ദിക്കിലേക്ക് ഇതിന്റെ തല ഇവർ തന്നെ തിരിച്ചു വെക്കും. എന്നിട്ട് അതിന്റെ പുറകെ മാർച്ച് ചെയ്യും. യഹോവ മാത്രമാണ് സത്യദൈവം, അവനാണ് അഖിലാണ്ട പരമാധികാരി. പക്ഷേ ദുഷ്ടരായ ചില ആത്മജീവികളും ചില മനുഷ്യർ പോലും ദൈവങ്ങളായി നടിച്ചുകൊണ്ട് ആളുകളെ വഞ്ചിച്ചിരിക്കുന്നു. മറ്റു ചില ദൈവങ്ങളാകട്ടെ മനുഷ്യരുടെ ഭാവനാ സൃഷ്ടി മാത്രമാണ്. യഹോവേ, എനിക്കുത്തരമരുളണമേ. നീ തന്നെ സത്യദൈവമെന്നും നീ അവരുടെ ഹൃദയങ്ങളെ വീണ്ടും തന്നിലേക്ക് തിരിക്കുന്നുവെന്നും ഈ ജനം അറിയേണ്ടതിന് എനിക്കുത്തരമരുളണമേ. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി
ഹോമയാഗവും വിറകും കല്ലും മണ്ണും ദഹിപ്പിച്ചു. തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ജനമെല്ലാം അത് കണ്ട് കവിണ്ണു വീണ് ഇങ്ങനെ പറഞ്ഞു, യഹോവ തന്നെ സത്യദൈവം. അതെ, യഹോവ തന്നെ സത്യദൈവം, യഹോവ. അപ്പോൾ ഏലിയാവ് അവരോട്, ബാലിന്റെ പ്രവാചകന്മാരെ പിടിക്കുകയും അവരിൽ ഒരുത്തരും രക്ഷപ്പെടരുത്. അവർ അവരെ പിടിച്ചു. ഏലിയാവ് അവരെ താഴെ കീശോൻ തോട്ടിനരികെ കൊണ്ടുചെന്നു. അവിടെ വെച്ച് വെട്ടിക്കൊന്നുകളഞ്ഞു. ദൈവരാജ്യം ഭരിക്കുന്നു എന്നാണ് ഇതിന്റെ പേര്.